നമ്മുടെ നാട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രയാസകരമാകുന്ന ഒരു പ്രശ്നമായിട്ട് ലഹരി എന്ന് പറയുന്ന മാരകമാകുന്ന വിപത്തിന്റെ പ്രിയപ്പെട്ടവരെ കടന്നുകൂടിയിരിക്കുകയാണ്. കള്ള്, കഞ്ചാവ്, ഡ്രഗ്സ്, സിന്തറ്റിക് ഡ്രഗ്സ്, ഹാൻഡ്സ്, കൂൾ, അങ്ങനെയുള്ള പല വിധത്തിലുള്ള ലഹരികൾ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മുടെ കുട്ടികളുടെ ഇടയിലേക്ക് കടന്നു വന്നിട്ട് മാരകമാകുന്ന രീതിയിൽ നമ്മുടെ കുട്ടികളെ അവരെ മെന്റലി ആയിട്ട് പോലും അവരുടെ മാനസികമായിട്ട് പോലും അവരെ മാറ്റിയിരിക്കുകയാണ്. അത് പറയുന്നതിൽ തന്നെ വളരെയധികം പ്രയാസമുണ്ട്. കാരണം നമുക്കറിയാം, 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന മക്കള്, 3ാം ക്ലാസ്സിലും 4ലും 5ലും ഒക്കെ പഠിക്കുന്ന പ്രിയപ്പെട്ട കുരുന്നു മക്കള്, അത് ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കള്ളിനും കഞ്ചാവിനും മയക്കുമരുന്നിനും അടിമപ്പെട്ടുകൊണ്ട് അവരുടെ ജീവിതം മുമ്പോട്ട് കൊണ്ടുപോകാൻ നമുക്കറിയാം. പോലീസ് പുതിയൊരു നിയമം കൊണ്ടുവന്നിട്ടുണ്ട്, ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ഒരു നിയമം. എന്ന് പറഞ്ഞാൽ എവിടെയോ ആർക്കെങ്കിലും പരിശോധിക്കാം. അവര് കയറി പരിശോധിച്ച് ലഹരി കിട്ടിക്കഴിഞ്ഞാൽ ഈ മാരകമാകുന്ന ലഹരി ഉപയോഗത്തെ തടയാൻ വേണ്ടി ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്ന ആ ഒരു പദ്ധതി അൽഹംദുലില്ലാഹ് നമ്മുടെ സർക്കാർ കൊണ്ടുവന്നു. എത്രയോ പേര് എന്റെ പ്രിയപ്പെട്ടവർ അന്യ സംസ്ഥാന തൊഴിലാളികളെ അടക്കം പെരുമ്പാവൂരിൽ നിന്നും ആലുവയിൽ നിന്നും നമ്മുടെ കേരളത്തിന്റെ പല പരിസര പ്രദേശങ്ങളിൽ നിന്നും അൽഹംദുലില്ലാഹ് നമ്മുടെ പോലീസ് പിടികൂടിയിട്ട് അവരെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. അവരെങ്ങനെയെങ്കിലും ഈ ലഹരി ഉപയോഗത്തെ തടയാൻ വേണ്ടി നോക്കുമ്പോ അതില് കൂടെ നിന്ന് കൊടുക്കേണ്ട ചുമതല എനിക്കും നിങ്ങൾക്കും ഓരോ മാതാപിതാക്കൾക്കും എന്റെ പ്രിയപ്പെട്ടവരെ കടമയുണ്ട്, ബാധ്യതയുണ്ട്. കാരണം പല വീടുകളിലും ലഹരി എന്ന് പറയുന്നത് എന്റെ പ്രിയപ്പെട്ടവരെ പല കുടുംബത്തെ തകർത്ത് കളയാണ്. ഒരു പള്ളിയിൽ ഇമാം എന്ന നിലയിൽ ഞാൻ പറയുകയാണ്, പല വീടുകളിലും ലഹരിയാണ് എന്റെ പ്രിയപ്പെട്ടവരെ തകർത്ത് കളയുന്നത് പല ജീവിതങ്ങളിൽ. അള്ളാഹു നമ്മുടെ മക്കളെ എല്ലാം അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ടാണ് മഹാനാകുന്ന നബിതങ്ങൾ പറയുന്നത്, കണ്ണെന്ന് പറഞ്ഞാൽ ഉമ്മുൽ ഫവാഹിഷ്, ആ കണ്ണെന്ന് പറഞ്ഞാൽ തിന്മയുടെ മാതാവാണ്. അതിൽ നിന്നും മാറി നിൽക്കാൻ പോലും പ്രവാചകനാകുന്ന നബിതങ്ങള് പറയാനുള്ള കാരണം അതാണ്. ഓപ്പറേഷൻ തൂഫാൻ, ഈ ഓപ്പറേഷൻ തൂഫാൻ എന്ന് പറയുന്നത് ഒരു കാരണവശാലും എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ അതുമായി സഹകരിക്കണം. കാരണം നമ്മുടെ മക്കൾ ലഹരിക്ക് അടിമപ്പെടാൻ പാടില്ല. നമ്മുടെ നാടിന്റെ പരിസരത്ത് ലഹരിയുടെ കച്ചവടങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവർ അതിനെ തടയാനാണ് ഓപ്പറേഷൻ തൂഫാൻ കടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനോടൊക്കെ അൽഹംദുലില്ലാഹ് നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് നമ്മുടെ ജീവിതം അൽഹംദുലില്ലാഹ് നല്ല ജീവിതമായി നമ്മുടെ മക്കളെയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്ന് ലഹരിക്ക് അടിമപ്പെടാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ അല്ലാഹു നമ്മുടെ മക്കളെ അല്ലാഹു സ്വാലിഹീങ്ങളിൽ അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ, കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ, റാഹത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു നമ്മുടെ മക്കൾക്കെല്ലാം ഉന്നതമാകുന്ന വിദ്യാഭ്യാസം അനുഗ്രഹിക്കുമാറാവട്ടെ. ലഹരിയിൽ അടിമപ്പെട്ടു പോയ മക്കളുണ്ടെങ്കിൽ അവർക്കെല്ലാം അല്ലാഹു നല്ല ബുദ്ധി കൊടുക്കുമാറാവട്ടെ, സമാധാനം കൊടുക്കുമാറാവട്ടെ, എല്ലാവിധ ആരോഗ്യങ്ങളും അല്ലാഹു അനുഗ്രഹിക്കുമാറാവട്ടെ. ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.